ഞങ്ങൾ ഇന്നലെ ആട് 3 സിനിമ കാണാൻ പോയി അല്ലേ? എങ്ങനെയായിരുന്നു പടം? കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നു. നീ എന്നിട്ട് ഇടയ്ക്ക് ബസ്സായിരുന്നോണ്ട് പറഞ്ഞല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് നീ പറഞ്ഞല്ലോ. ഇടയ്ക്ക് എന്നത് അത് കഴിഞ്ഞപ്പോ മനസ്സിലായി. എന്തുവാ നിനക്ക് മനസ്സിലാകാൻ? ഇടയ്ക്ക് അവര് ഈ പഴയ രാജാക്കന്മാരെ ഒക്കെ പോലത്തെ കാണിക്കുകയല്ലേ, അത് വന്നപ്പോ അതുകൊണ്ടാണോ നീ ഇടയ്ക്ക് ഉറങ്ങിപ്പോയെന്ന് നീ പറഞ്ഞത്? എനിക്ക് ഇടയ്ക്ക് നീ ഉറങ്ങിപ്പോയി, ഞാനോ? നീ കണ്ടല്ലേ, ഞാനും ഉറങ്ങിപ്പോയി. എന്റെ ഇപ്പുറം ഇരിക്കുന്ന ആ അച്ചായി, ഒരു അപ്പച്ചായില്ലേ, അപ്പച്ചായി അമ്മച്ചി, ഒരമ്മച്ചി, എന്റെ പൊന്നെ അവരുടെ കൂർക്കമ്പല് കാരണമുള്ളൂ എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. എടി ഇതിനകത്ത് സംഭവം എന്നാന്ന് പറയാ, ആദ്യത്തെ പടം ഏതാ? ആട് 2. അല്ല ആദ്യം ആട് 3 നമ്മള് കണ്ടേ. ആണോ? ആദ്യം ആട് അല്ലേ? ഈ 2 സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു കലാകാരൻ എന്നുള്ളൊരു നിലയ്ക്ക് പറയാം, കറക്റ്റ് കാര്യം പറയാം. ഇവന്മാരെ നമ്മള് കാണുന്നത്, ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നത് സാധാരണക്കാരൻ. നിനക്കറിയത്തില്ല, നിനക്കൊന്നും അറിയത്തില്ല. ഇത് പഴയ കാലം പുതിയ കാലം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു സുഡാപ്പി സംഭവമാണ് ഇവന്മാർ ഇണക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് വെച്ചിട്ട് അത് നിൽക്കട്ടെ. അതുകൊണ്ട് നിന്നെ പോലെ എന്നെ പോലെയുള്ള പ്രായം ചെന്ന ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഇതിപ്പം ആടെന്ന് പറയുന്ന സിനിമയും ആട് 2 സിനിമ ഇവന്മാര് ഇറക്കി. അപ്പൊ ഇതിനകത്ത് ഇവന്മാരുടെ ഭാഗ്യം കൊണ്ട് മനസ്സിലായോ, ഇത് ഇറക്കിയവൻ, അവന്റെ പേരെന്തോ വിജയ്, അങ്ങനെയാണ് സാധനം. ഇവന്മാരുടെ ഭാഗ്യം കൊണ്ട്, അതുപോലെ തന്നെ ജയസൂര്യയുടെയും ഒക്കെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം സംഭവം ഓടി ഹിറ്റായി. അത് ആ 2 ഹിറ്റാകുന്നത് കാരണം എന്താണെന്നറിയോ? കാരണം എന്താ, സാധാരണക്കാരന് മനസ്സിലാകുന്ന പൊട്ടത്തരങ്ങൾ മാത്രം പറയുന്നപ്പോ കുറെ പൊട്ടന്മാരുടെ ഒരു തമാശ പോലെ കൊണ്ടുപോകുന്ന സംഭവം മനസ്സിലായി. ഈ 2 സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം സംഗതി അങ്ങ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ, സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് എന്താ പറയാ, അതങ്ങ് രജിസ്റ്ററായി. അതായത് ഞാൻ പറയാം, പണ്ട് നമ്മൾ കളിക്കൊടുക്ക, ബാലരമ, ഇതിനകത്തൊക്കെ മായാവിയും കുട്ടൂസനും അതുപോലെ ഓരോ കഥാപാത്രങ്ങളില്ലേ, അതുപോലെ അങ്ങനെ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയ സ്ഥാനത്ത് ഇമാരി മൂന്നാമത് ഇങ്ങനത്തെ ഒരു എന്താ പറയാ മൂഞ്ചിയ പടം എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇമ്മൻ എന്തോ വലിയ സംഭവം പറയാം. പക്ഷെ വേറെ സംഭവം ഉണ്ട്, നമ്മുടെ പിള്ളേർ 2 പേരും ആസ്വദിച്ച്, അവർക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞു പിള്ളേർക്കെല്ലാം ഡൂഡ് അവനെ കാണുമ്പോ അവനെ മറ്റേ കാറയിലൊക്കെ വന്ന് ഇറങ്ങത്തില്ലയോ, മറ്റേ പോയക്കകത്തോട്ട് വന്നിട്ട് അതൊക്കെ കാരണം അതിനകത്ത് ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല്, ഈ കുട്ടികൾക്ക് നല്ല രസമാണ്. ഇപ്പൊ ഓരോന്നും അവരുടെ. പക്ഷെ എനിക്കൊന്നേ പറയാവുള്ളൂ, എന്റെ 10,000-2000 രൂപ നീയൊക്കെ കൂടി കളഞ്ഞു. എന്നാ പിന്നെ മോനാണെങ്കിൽ 2 പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യമല്ല. എന്നാ അവനേലും എന്നോട് പറയണ്ട, അച്ഛന് പറ്റിയ പടമല്ല. ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അവനതുകൊണ്ട് നല്ല പടമാന്ന് പറഞ്ഞു. ഏതായാലും ഒന്നും പറയണ്ട, നമ്മുടെ പണിക്കാശ് മൂഞ്ചിയെന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. Subscribe and follow me.